ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓക്കെ ലത്തീഫ്, ഹായ്, ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടാ പറയാൻ? ഹൗ ആർ യു? ഐ ആം ഫൈൻ. വാട്ട് അബൌട്ട് യു? ഐ ആം വെരി ഫൈൻ. അങ്ങനെ അങ്ങനെയാണോ പറയേണ്ടത്? ഐ ആം ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇനീഷ്യലാണല്ലോ ഓക്കെ ലത്തീഫ്, അത് തന്നെ പറയാം. ഐ ആം ഓക്കെ, അല്ലെങ്കിൽ പറയാം ഐ ആം ഓക്കെ. ഐ ആം ഓക്കെ. ഓക്കെ, അത് വേറൊരു രീതിയിൽ പറയാം. ഐ ആം ഗുഡ് എന്ന് പറയാം. പിന്നെ ഒരുപാട് രീതിയിൽ ഇത് പറയാനായിട്ട് നമ്മുടെ ചില ഷോർട്ട് സ്റ്റോറീസിലൊക്കെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് പറഞ്ഞാൽ മതി. ഐ ആം ഓക്കെ അല്ലെങ്കിൽ ഐ ആം ഗുഡ്, ഐ ആം ഫൈൻ. ഇത് പറഞ്ഞു മാറി മാറി. ഒരാള് നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിച്ചാ വാട്ട് അബൌട്ട് യു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. തിരിച്ചു ചോദിക്കാം, വാട്ട് അബൌട്ട് യു? നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ കാര്യം എന്ന് ചോദിക്കാൻ വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കാം. അപ്പൊ എന്നോടൊന്ന് ഹൗ ആർ യു ചോദിച്ചേ. എന്തോ ഹൗ ആർ യു എന്നോട് ചോദിക്കുവോ? ചോദിക്കാം. ഹായ്, ഓക്കെ ലത്തീഫ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? ലക്കി. ഒന്നുകൂടെ പറഞ്ഞേ. ഹൗ ആർ യു? അല്ല, അത് നിങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിക്കാം. ഹായ്, ഓക്കെ ലത്തീഫ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? യെസ്, കൊള്ളാം. ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? അപ്പൊ ഞാൻ പറയും ഐ എം ഓൾസോ ഓക്കെ എന്ന് ഞാൻ പറയും. ഐ എം ഓൾസോ ഫൈൻ എന്നും പറയാം. മാറ്റി മാറ്റി പറയാം. ഓക്കെ, നെക്സ്റ്റ് ഡു യു ഹാവ്? യെസ്, യു കാൻ ആസ്ക്. നെക്സ്റ്റ് റിക്വസ്റ്റ്. വാട്ട് ഈസ് യുവർ? ഞാൻ മലയാളത്തിൽ പറയാം, എന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു തന്നാ മതി. അത്രയും ഹെവി ലോഡ് എടുക്കാറായിട്ടില്ല, അതാണ്. ഓക്കെ ഓക്കെ. ഒരുപാട് പേര് ഫോണിൽ വിളിക്കുന്നുണ്ട് ഡെയിലി, ഇതിൽ നമ്പർ കണ്ടിട്ട്. അപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്, നിങ്ങളുടെ മെത്തേഡ് കുഴപ്പമില്ല, നല്ല മെത്തേഡാണെന്ന് പറഞ്ഞു. മെത്തേഡ്, അതെ, നമ്മളെ മെത്തേഡ് നല്ല മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞതും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്, നമ്മൾ വർഷങ്ങളോളം ഗ്രാമറും പഠിച്ച്, പിന്നെ കുറെ ഒരു 100 വേർഡ്സ് ഡെയിലി ആവശ്യമുള്ള 100 വേർഡ്സും പഠിച്ച്, പിന്നെ അത്യാവശ്യം ഓഫീസിൽ പോകാനുള്ള, ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമൊക്കെ വാങ്ങിച്ചു പഠിച്ചിട്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്കൊന്ന് ഇംഗ്ലീഷിൽ പറയണം, അധികം ഇത്രയൊന്നും വേണമെന്നില്ല, അത് ചുരുക്കി അന്ന് ആളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതെങ്ങനെ പറയും എന്നുള്ളതാണ്. എന്താ ഈ പറഞ്ഞത് മുഴുവനും പറയണോ ഇംഗ്ലീഷില്? വേണ്ട. ഗ്രാമർ പഠിച്ചിരുന്ന ജീവിതം പോവുകയുള്ളൂ, നമ്മൾ സംസാരിച്ചുകൊണ്ട് പഠിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞുതരാം. ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, യു ഹാവ് ടു ടോക്ക് വിത്ത് അതേഴ്സ്. If you are going to learn grammar and spoken English textbooks, you will be wasting your time. ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാൻ പറ്റുമോ? ഓക്കെ ലത്തീഫിന്? അല്ല, ഞാനിപ്പോ ഈ വീഡിയോ നാളെ ജോസ്മോൻ ചേട്ടൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പൊ ഞാൻ കേട്ട് പഠിക്കും. ഭയങ്കര, അത് കൊള്ളാലോ. ഇത് ഈ വീഡിയോ നാളെ കേട്ടിട്ട് അത് പഠിച്ചു കളയോ അല്ലേ? ഞാൻ അങ്ങനെയാണ് എല്ലാ വീഡിയോ പിന്നെ കേട്ടാണ് പഠിക്കണം. അത് നല്ല ഐഡിയ ആണല്ലോ. അതായത് നിങ്ങൾക്ക് വീഡിയോ കേട്ട് പഠിക്കാൻ പറ്റും. ഇതിനൊരു ടെക്നിക്ക് നമ്മുടെ ഒരാളുണ്ട്, അയാളുടെ പേര്, ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരാളാണ്, എലിയറ്റ്, മിസ്റ്റർ എലിയറ്റ്. ETJ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ ചാനലുണ്ട്. അയാൾ പറയുന്നത് മിമിക്കിംഗ് ടെക്നിക്ക് എന്നാണ്. മിമിക്രി. നമ്മൾ മിമിക്രി എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരെ അനുകരിക്കുന്നതാണല്ലോ മിമിക്രി എന്ന് പറഞ്ഞ് കേട്ടേക്കുന്നത്. ഈ ചാനലിന്റെ ഉടമ എലിയറ്റ് എന്ന് പേരുള്ള ബ്രിട്ടീഷുകാരൻ പറയുന്നത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ്, യൂട്യൂബ് ചാനലില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പ്രഭാഷണങ്ങൾ എടുക്കുക, എന്നിട്ട് അയാൾ ഒരു സെന്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് അയാൾ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ പറയുക. അതിനെയാണ് മിമിക്കിംഗ് അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്നത്. അല്ലാതെ സിനിമാക്കാരുടെ മിമിക്രി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓക്കെ ലത്തീഫിന്റെ ഈ മെത്തേഡ് കൊള്ളാം, ഈ മെത്തേഡ് കൊള്ളാം. ഒരാള് ഞാൻ നാളെ ഒക്കെ ജോസ്മോൻ ചേട്ടന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ
കണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു പഠിക്കാം. അതാണ് ഇത്ര ദിവസം നടന്നേക്കണം. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി നാളെ അത് തന്നെ ചെയ്യും. അപ്പൊ പറഞ്ഞോ, കാര്യം. ഒരു ഉഗ്രൻ മെത്തേഡാണ് ഈ മിമിക്രി എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ വീഡിയോ കാണുക. ചിലപ്പോൾ ആണുങ്ങളുടെ വീഡിയോ ആയിരിക്കും ഇഷ്ടം, പെണ്ണുങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടം. ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക, ആ വീഡിയോ കാണുക. ഓരോ സെന്റൻസും അവർ പറയുമ്പോൾ അത് പോസ് ചെയ്തിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുക. അങ്ങനെ മിമിക്കിങ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ സെന്റൻസുകളും പഠിക്കാം. അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം നോക്കിയിട്ട് ഇവിടെ വേർ ആർ യു ഗോയിങ്, വേർ ഇസ് യുവർ ഹൗസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിലോട്ട് നോക്കി വായിച്ചാൽ അത് തലയിലേക്ക് സ്ട്രോങ് ആയിട്ട് പതിഞ്ഞ് കയറൂല. നിങ്ങൾ ഈ മിമിക്കിംഗ് ടെക്നിക്ക് ഒന്ന് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ശ്രുതിയുടെ ചാനലില്, ശ്രുതി പറയുന്നുണ്ട് ഒരു 100 വാചകങ്ങൾ, ചെറിയ വാചകങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രുതിയുടെ ചാനൽ കണ്ടിട്ട് ശ്രുതി ഓരോ വാചകം പറയുമ്പോഴും പോസ് ചെയ്യുക, എന്നിട്ട് ആ ശ്രുതി പറഞ്ഞതിന്റെ ഒപ്പം നിങ്ങൾ അതേപോലെ തന്നെ പറയുക. അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് ഉഗ്രൻ പരിപാടിയാണ്, അല്ലെ? അല്ല, എനിക്കിപ്പോ ജോസ്മോൻ ചേട്ടൻ പറഞ്ഞു തന്നെ ആ വാക്കുകൾ പഠിക്കാൻ തന്നെ നേരമില്ല. അത് കാരണം അതെനിക്ക് പഠിച്ചു കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ട്. അതാണ് ഇപ്പൊ ഞാൻ 30 ദിവസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പുസ്തകം 30 വർഷം വായിച്ച ഒരാളാണ് ഞാൻ. എന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചില്ല. അത് കലക്കിട്ട് ഉഗ്രൻ തമാശ. ജോസ്മോൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ശ്രമം തന്നെ ഉപേക്ഷിച്ചേനെ. കാരണം ഞാൻ 30 വർഷമൊന്നുമല്ല, ഞാൻ വർഷങ്ങളോളം നോക്കിയിട്ട് നടന്നില്ല. ഇതൊരു ഗുളിക രൂപത്തിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ പഠിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഗുളിക രൂപത്തിലൊന്നും കിട്ടൂല കേട്ടോ, ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം പഠിക്കാനായിട്ട്. കിട്ടുള്ളൂ. അതായത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. മണ്ടത്തരമാണെങ്കിലും പൊട്ടത്തരമാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചാലേ നടക്കുള്ളൂ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇംഗ്ലീഷ് എന്തൊക്കെ സൈസ് പൊട്ടത്തരമാണെന്ന് പറഞ്ഞാലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. ഇത് പറഞ്ഞ് 1 വർഷമാണ് ഞാൻ മനസ്സിൽ കരുതിയേക്കണം ഇംഗ്ലീഷ് പഠിക്കാൻ. 1 വർഷം. അടുത്ത ഡിസംബർ ആകുമ്പോ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. കാരണം വർഷങ്ങൾ ഞാൻ വെറുതെ കളഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് ഇനി 1 വർഷം ഞാൻ പരിശ്രമിച്ചാൽ എന്താ? അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് സെന്റൻസ് എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, എന്തെങ്കിലും ഒരു വിഷയം? ഓക്കെ. 30 ദിവസം കൊണ്ടോ 100 ദിവസം കൊണ്ടോ 1000 ദിവസം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണമെന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നാൽ മതി. അതും കൂടി വേണം. ഓക്കെ. If you want to learn English within 30 days, or if you want to learn English within 1 year, or if you want to learn English within 10 years, you have to decide that time duration must be decided by you. Okay. ഇനി ഇതേപോലെ വേറെ എന്തെങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? പിന്നെ കാര്യം പറയട്ടെ. റെയിൽവേ സ്റ്റേഷനിലെ 30 ദിവസം കൊണ്ട് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് 30 ദിവസം നിങ്ങൾ 30 കൊല്ലമായിട്ടും ആ ഇംഗ്ലീഷ് പുസ്തകം കൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് പറയട്ടെ. പറയാം. Yes, OK Latif has purchased a textbook from railway station. That textbook says we can learn English within 30 days. OK Latif purchased this book and he started learning English. But even after 30 years, he could not learn English. This is the experience of Mr. OK Latif. Okay, ഇനി ഇത് നാളെ പറഞ്ഞു പഠിച്ചു. അതെ, അതുകൊണ്ടാണ് ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് തന്നെ ഉണ്ടായത്. ഓക്കെ. ഇതിനൊരു പ്രായം തടസ്സമല്ല, അതുപോലെ തന്നെ ഒന്നും തടസ്സമല്ല. ഇതൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന ഒരു പുതിയ മെത്തേഡാണ്. പ്രായം ഒന്നും ഒരു പ്രശ്നം, പഠിക്കാനുള്ള മനസ്സ് മാത്രം മതി. ഓക്കെ, ഞാൻ ഇതിനു മുമ്പേ സന്തോഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷ് ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില്. അതിപ്പോ ഓർമ്മയുണ്ടാകും. ഓക്കെ, പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷ് ഇംഗ്ലീഷിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതിന്റെ ബേസിക് മോഡലാണ് ഓക്കെ ഇംഗ്ലീഷ്.
ഓക്കെ, ഈ സന്തോഷ് ഇംഗ്ലീഷ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം. അതൊരു ഉഗ്രം കഥയാണത്. ഇപ്പൊ പറഞ്ഞ സമയം കളയണ്ടല്ലേ, ബോറടിപ്പിക്കണ്ടല്ലേ. അത് സന്തോഷ് ഇംഗ്ലീഷ് നമുക്ക് വേറൊരു അവസരത്തില് ആദ്യം പോലെ പറയണം, എന്നാലേ ആളുകൾക്ക് അത് കേൾക്കാൻ മനസ്സുണ്ടാവുള്ളൂ. അത് പറഞ്ഞല്ലേ. പ്ലീസ് വാച്ച് ദ വീഡിയോ ആൻഡ് ദ കമന്റ് ബോക്സ് റൈറ്റിംഗ് യുവർ ഒപ്പീനിയൻ ആൻഡ് യുവർ സജഷൻ, അങ്ങനെ എന്തെങ്കിലും. അത് ശരിയായില്ല ആ സെന്റൻസ്. ഞാൻ പറയട്ടെ സെന്റൻസ്. ഓക്കെ, പ്ലീസ് വാച്ച് ദിസ് വീഡിയോ ആൻഡ് റൈറ്റ് യുവർ കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ് ബിലോ ദിസ് വീഡിയോ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ.